ഹൈക്കോടതി സമൻസ് ലാവ്ലിൻ കമ്പനി ചോദ്യം ചെയ്തിട്ടും 4 വർഷമായി ഇഡി അനങ്ങിയില്ല. 3 ആഴ്ചയ്ക്കുള്ളിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ 4.5 വർഷമായി എസ്എൻസി ലാവ്ലിന്റെ ഹർജി ഹൈക്കോടതിക്ക് മുൻപിലുണ്ട്. ഇതിനിടെ കേസ് കോടതിക്ക് മുന്നിലെത്തിയത് ഒരേ ഒരു തവണ. ലാവ്ലിൻ കേസിലെ കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ECIRമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. 2023 മുഖ്യമന്ത്രിയുടെ മകന് അയച്ച ഇഡി സമൻസ് എന്തായി എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ലാവ്ലിൻ കമ്പനിക്ക് തന്നെ ഇഡി അയച്ച സമൻസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. 2021 ലാവ്ലിൻ്റെ ഇന്ത്യയിലെ കമ്പനിക്ക് ഇഡി സമൻസ് അയക്കുന്നത്. അപ്പോൾ തന്നെ ലാവ്ലിൻ കമ്പനി ആ സമൻസ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. 2021 ഏപ്രിൽ മാസം 23-ാം തീയതി ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. അന്ന് കേന്ദ്ര സർക്കാരിനോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. 3 ആഴ്ചയ്ക്കുള്ളിൽ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ നാളിതുവരെ ഇതിൽ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്ര സർക്കാരോ ഇഡിയോ എടുത്തതായി അറിവില്ല. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പിന്നീട് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചിട്ടുമില്ല. അതായത് ഹർജിക്കാർക്കും എതിർകക്ഷികൾക്കും വേണ്ടാത്ത ഒരു കേസായി ഇത് മാറിയെന്നർത്ഥം. എന്തിനു വേണ്ടിയായിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇഡി ഇത്തരത്തിൽ കേസെടുത്തു വെച്ചതെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. കുറ്റക്കാരെ കണ്ടെത്താനാണ് കേസെടുത്തു വെച്ചതെങ്കിൽ അവർ സമൻസ് നൽകി ഹാജരായില്ലെങ്കിലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമായിരുന്നു. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. മറ്റെന്തോ താല്പര്യത്തിൻ്റെ പേരിലാണ് ഇഡി ഈ കേസുമായി മുന്നോട്ട് പോയതെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ പൊതുവിലുള്ള അവസ്ഥ. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.